അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസ്ഥം ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ, അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യര്, അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം.
ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തൽ, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവരെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും, ചില കാര്യങ്ങൾ വിറ്റുമാറ്റിയാൽ രക്ഷപ്പെടും, പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിനും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്നില്ലേ. മത്തായി 25:15 അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഇന്ന് വിഷയം മനസ്സിലായി. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? പരപിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് വിഷയം. ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയറ്റിലിട്ട് വളർത്തി, വീട്ടിൽ നിർത്തി വളർത്തി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരിശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വിഷയം എന്താ? പരമപിതാവ് ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ, കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റാണ് പലപ്പോഴും, ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റായിട്ടാണ് ദൈവം ജോലി, വീട്, വിവാഹം, ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തണത്. അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരമപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻ്റായിട്ട് കിട്ടണമെന്നുള്ളതാണ് പരമപിതാവിൻ്റെ ആഗ്രഹം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പലയിടത്ത് പല വാക്കാണേ. ഇപ്പൊ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ്സ് ആണ്. ജോലി, വീട്, വിവാഹം, ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണ്? അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന്. മനസ്സിലായ? അതാണ് വിഷയം. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങൾക്ക് മക്കളുണ്ടായാലും, നിങ്ങൾ വീട് വെച്ചാലും, അതെല്ലാം നമ്മൾ നേടേണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് പരമപിതാവിൻ്റെ ഒരു നിലപാട്. അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട്, ജോലി, വിവാഹം, വിസ പുതുക്കൽ, ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ ആസ്പദങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. ഫ്രീഡിയാ പരപിതാവേ, ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ, ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ.
പരപിതാവേ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണം അറിയാവോ? അതാണ് ഈശോ പറഞ്ഞത്, എന്നോട് കൂടെ സ്വീകരിക്കാത്തതെന്നില്ലേ ഒരു വചനമില്ല. അതായത് ലൂക്ക 11:23. അത് നമുക്ക് നാളെ കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഡെയ്സി ജോഷി. ഇതെൻ്റെ മകൾ ഒലിവിയ. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഒരു അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ സഹപ്രവർത്തകയിൽ നിന്നാണ്. ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എനിക്കും അതിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും 2022 മെയ് 9 ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞ ഒരു ടോക്കിൽ ഉടമ്പടിയിലെ നിബന്ധനകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ നിബന്ധനകൾ നമ്മൾ എന്നേ പാലിക്കേണ്ടതായിരുന്നു. എങ്കിലും അവിടെ പറഞ്ഞതുപോലെ 6 നിയോഗങ്ങളും ഞാൻ അതിലെഴുതി. അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ മകളുടെ ജോലിയും വിവാഹവും. പല വിവാഹാലോചനകൾ വന്നിട്ടും ഒന്നും നടക്കാത്തൊരവസ്ഥ. എല്ലാം ദൈവം തന്നിട്ടും എന്തോ ഒരു തടസ്സം പോലെ ഞാൻ ആ സമയങ്ങളിലെല്ലാം മനമുരുകി ഈശോയോടും കൃപാസന മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നിബന്ധനകളെല്ലാം പാലിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനെ തരണമേ എന്നായിരുന്നു. പ്രാർത്ഥനകൾക്കൊടുവിൽ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഞാൻ എന്നും കൂടാറുണ്ട്, ഷെയർ ചെയ്യാറുമുണ്ട്. ധ്യാനം കൂടിയതിന് ശേഷം പതിവ് പോലെ മൊബൈൽ എടുത്തു. അതിലൊരു പ്രൊഫൈൽ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഇത് നടക്കും എന്നൊരു തോന്നലുണ്ടായി. വീട്ടിൽ പറഞ്ഞു, ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞോണം ആ വിവാഹം അത് തന്നെ മംഗളകരമായി നടന്നു. ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി നല്ലൊരു സ്വഭാവമുള്ള കുടുംബത്തിലെ നല്ലൊരു മകനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള കാര്യം മകൾ പറയും. ആദ്യമേ തന്നെ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഒലീവിയ. ഞാൻ ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2023 മെയ്യിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ അർപ്പിച്ച എൻ്റെ നിയോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമും അതുപോലെ തന്നെ എൻ്റെ ലാംഗ്വേജ് എക്സാമും. എൻ്റെ B1 ലെവൽ വരെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും B2 എക്സാം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരുന്നു. 1ഉം 2ഉം തവണ ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ആ സമയങ്ങളിലെല്ലാം എനിക്ക് എന്നോടുള്ള വിശ്വാസം തന്നെ പോയി. കാരണം എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഒക്കുമോ എന്നുള്ള സംശയങ്ങളായിരുന്നു. പക്ഷേ എങ്കിലും മാതാവിനോടുള്ള വിശ്വാസം ഞാൻ പൂർണ്ണമായും മുറുകെ പിടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ കൊടുത്ത എക്സാമിന് ഞാൻ പൂർണ്ണമായും പ്രാർത്ഥിച്ച് എൻ്റെ കാശുരൂപ എൻ്റെ ഇടത്തെ കൈ വെച്ച് തൈലം ഒരു ഡ്രോപ്പ് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിലും കൂടി ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് മുഴുവനും. അതിൻ്റെ ഫലമെന്നോണം എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും ഞെട്ടി. എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ B2 എക്സാം പാസ്സായത്. അതിനുശേഷം ഞാൻ എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ഏകദേശം 1 വർഷത്തോളം ഞാൻ കാത്തിരുന്നു എനിക്കൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ മെയിൽ കിട്ടാനായിട്ട്. ഒത്തിരി തവണ ഞാൻ മെയിൽ അയച്ച് ചോദിച്ചെങ്കിലും എനിക്കൊരു റിപ്ലൈയും കിട്ടിയില്ല. ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മുമ്പെങ്കിലും ഒന്നും കൂടെ വളരെ നല്ല രീതിയിൽ എല്ലാ ദിവസവും കാലത്ത് 5:30 എണീറ്റ് ആ ഉടമ്പടി പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഈ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയും ചാരിറ്റി ആണെങ്കിലും ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ മാതാവിലേക്കും ഈശോയിലേക്കും കുറച്ചും കൂടെ അടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ദിവസം എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു.
എനിക്കിനി ഡേറ്റ് എടുക്കാം എക്സാമിന് വേണ്ടി. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു നാട്ടിലേക്ക് വരാൻ. അതുകൊണ്ട് ഏറ്റവും അടുത്തൊരു ഡേറ്റ് ആയിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എനിക്ക് ആ എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും, മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായ വിശ്വാസം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഇതെല്ലാം എനിക്ക് ലഭിച്ചത് മാതാവിൽ നിന്നുള്ള പ്രത്യേക മാധ്യസ്ഥത്താൽ ഈശോയിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ എനിക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിവിടെ എല്ലാ മാസത്തിലും വരികയും കൃപാസനം പത്രം വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. അത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ ഞാനൊരു മതബോധന അധ്യാപികയാണ്. അതുകൊണ്ട് ഈശോയെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ചൊല്ലുന്നതിലല്ല ചെയ്യുന്നതാണ് പ്രധാനം. ഉടമ്പടിയിൽ അതാണല്ലോ. അത് പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, അവിടുത്തെ രോഗികളെ സന്ദർശിക്കാറുണ്ട്, അവരെ ആശ്വസിപ്പിക്കാറുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന അവരാരൊക്കെ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവർക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പണ്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഉടമ്പടി വഴിയാണ് എനിക്കതൊക്കെ ലഭിച്ചത്. അതുമാത്രമല്ല, ഉടമ്പടിയിൽ നമുക്ക് എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ ആരോപണങ്ങളുണ്ടായാലും അതിനെല്ലാം ഒരു ധൈര്യം കിട്ടുന്നത് മാതാവും ഈശോയും നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ കാശുരൂപം മുറുകെ പിടിക്കുമ്പോൾ നമുക്കതിനുള്ളൊരു ശക്തിയും പ്രചോദനവും ഒരു ധൈര്യവും ഒക്കെ ലഭിക്കും. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇവിടെ ഉടമ്പടിയിൽ വെച്ചതും അല്ലാത്തതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാനും എൻ്റെ കുടുംബവും ഈശോയോടും മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. അതുമാത്രമല്ല, തുടർന്നും ഇതുപോലെയുള്ള ഒരു സാക്ഷ്യം, വലിയൊരു സാക്ഷ്യം ഈ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആൾത്താരയിൽ നിന്ന് പറയുവാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈശോയ്ക്കും നന്ദി, കൃപാസനം മാതാവിനും. ഞങ്ങളുടെ കൂടെയുള്ള ദൈവത്തമ്പുരാനും ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഈശോയ്ക്കും എന്ത് വിഷമമുണ്ടായാലും സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ താങ്ങി നിർത്തുന്ന കൃപാസനത്തിലെ അമ്മ മാതാവിനും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം തുടരുന്നു. എൻ്റെ പേര് നിത, ഇതെൻ്റെ ഹസ്ബൻഡ് ബിനോയ്, ഇതെൻ്റെ മോള് ഇവ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് വന്നത്. ഞങ്ങളിവിടെ 3 ദിവസം ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ പോലും പോയിട്ടില്ല, നേരിട്ട് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്ന ഭൂമിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളൊരു 9 മാസമായിട്ട് എത്രയും വേഗം ഇവിടെ വരണം, സാക്ഷ്യം പറയണം എന്നുള്ള ആഗ്രഹത്തിന് പേരിൽ ഈശോയും മാതാവും പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നേ ദിവസം ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. അതിനൊരുപാട് നന്ദി പറയുന്നു. കാല് മുറിച്ച് കളയണം എന്ന് 4 മാസത്തോളം ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ ഇത്രയധികം യാത്ര ചെയ്ത് കാനഡയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിൽക്കുവാണ്. ആദ്യം വീൽ ചെയറിലായിരുന്നു, പിന്നെ വാക്കറായി, പിന്നെ കെയിനായി, ഇപ്പോൾ ആൾ നടന്ന് ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നു. അതിന് അമ്മ മാതാവിൻ്റെ ഒരുപാട് സാന്നിധ്യം സഞ്ചാരമാതാവായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഞങ്ങളുടെ 9 മാസത്തെ ഞങ്ങളുടെ ജീവിതമാണ് സാക്ഷ്യം. അതെനിക്ക് പെട്ടെന്ന് പറയുമോ എന്നെനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രമിക്കാം. ഞങ്ങൾ ഈ ജാനുവരി തുടങ്ങി ആൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓസ്റ്റോമൈലൈറ്റിസ്, സിവിയർ ബോൺ ഇൻഫെക്ഷൻ. ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും ബിനോയുടെ ബ്ലഡ്, ബോഡി ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇൻഫെക്ഷൻ ആയിരുന്നു. കാല് ഓൾമോസ്റ്റ് ഫുൾ ഇൻഫെക്റ്റഡ്, MRI എല്ലാത്തിലും ഇൻഫെക്ഷൻ ആയിരുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫ്രണ്ട് പറയാണ്, ചേച്ചി ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇടുക എന്ന് പറയാണ്. പക്ഷെ എനിക്ക് അന്നൊന്നും ഈ കൃപാസന മാതാവിനോടോ ഒന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ആ കുട്ടി എന്നോട് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെന്തോ ഒന്നുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ടായിരുന്നു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ബിനോയിനെ കാറിൽ കയറ്റി ഇരുന്നതിന് ശേഷം
ഞങ്ങളുടെ കസിൻ കുട്ടി കഴിഞ്ഞ വർഷം കൃപാസനത്തിലൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പേപ്പർ വായിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ ഏതോ ഒരു ഷെൽഫിൻ്റെ അകത്ത് എടുത്തു വെച്ചിരുന്നു. ഞാൻ ഈ കാറിൽ കയറുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് വരാണ്, മോളെ ആ പേപ്പർ എടുക്ക് എന്ന് പറയാണ്. ഞാൻ ഓടിച്ചെന്ന് ഞാൻ ആ ഷെൽഫ് തുറന്നു. ഞാൻ തുറക്കുന്ന കറക്റ്റ് ഷെൽഫിൽ ആ പേപ്പർ ഇരിക്കുക. ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല, വായിച്ചിട്ടില്ല ആ പേപ്പർ. പക്ഷെ ഞാനതെടുത്തു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, എമർജൻസിയിൽ കിടക്കുന്നു. കാനഡയിലെ സിസ്റ്റം ഇവിടുത്തെ പോലെയൊന്നുമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടാണ് മെഡിക്കൽ സിസ്റ്റം. 4 ദിവസത്തോളം ഞങ്ങൾ എമർജൻസിയിൽ വെറുതെ വീൽ ചെയറിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ സമയത്തും ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ പേപ്പർ ബിനോയുടെ കാലിൻ്റെ അടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. 2ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് പറയാണ്, നമുക്ക് നാളെ സർജറി ചെയ്യണം, അവരെന്തോ ഫ്ലഷൊക്കെ അടിച്ച് കളയാൻ പോവാണ് എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയാണ്. അപ്പോഴാണ് ഞാൻ ഈ മോള് പറയുന്ന കാര്യം ഓർക്കാണ്, ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ. ഞാൻ ക്യാൻഡിൽ പ്രെയർ ഇതിൻ്റെ സൈറ്റ് എടുത്ത് നോക്കി. ഞാൻ എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടു. പക്ഷേ ബിനോയുടെ കാല് സമർപ്പിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടു. ഞാൻ ഈ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ സർജൻ്റെ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഈ തോളത്ത് തട്ടിയിട്ട് എന്നോട് പറയാണ്, ബിക്കോസ് ഓഫ് യു വി ഡിഡ്ന്റ് ഡു എനി സർജറി ടുമോറോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്താ സംഭവം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം വേറൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ 2 ആഴ്ചത്തോളം ഞങ്ങൾ കിടന്നു. ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളോട് ഞങ്ങൾ കടന്നു പോവുകയായിരുന്നു. ബിനോയ് ഒരു പ്രൊസീജിയറും സമ്മതിക്കത്തില്ല, അങ്ങനെയെല്ലാം. ഫ്രണ്ട്സ് എല്ലാം ഈ ഉപ്പും തേനും കൊണ്ട് തരുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഇവർ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ കൊടുക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഭയങ്കര ഡിലേ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്നും പറ്റത്തില്ല. ഒരു പ്രത്യേകതര സാഹചര്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം മാതാവ് ഇടപെട്ട് അവിടുത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്, ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം, അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കുന്നത്, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കഴിഞ്ഞപ്പോഴും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഞങ്ങളുടെ കസിൻ കുട്ടി പറഞ്ഞു, ചേച്ചി പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ഒന്ന് ചെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ചെയ്യത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി, മാതാവ് പറഞ്ഞു വിട്ടത് ഞാൻ പറയത്തുള്ളൂ, മാതാവ് പറഞ്ഞു വിട്ട ഒരു ഫാമിലി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. പക്ഷെ അവരൊരിക്കലും ഞങ്ങളോട് പറഞ്ഞില്ല, ഉടമ്പടി എടുക്കണമെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു. അവർ പോയപ്പോൾ ബിനോയുടെ വായിൽ നിന്ന് ഞാനൊരു വാക്ക് കേൾക്കുക, ഞാനും സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ താഴത്ത് ഞങ്ങളുടെ കസിൻകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ചേട്ടാ ഉടമ്പടി എടുക്കാതെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ഈ മോളോട് പറയാം, ഈ ഓൺലൈനിൽ എങ്ങനെ എടുക്കുന്നത് ഒന്ന് അയച്ചിടാൻ പറയാണ്. അവൾ അയച്ചിട്ടു. ഞാൻ ബിനോയിനെ കൊണ്ടുപോയി കിടത്തി. ഞാൻ ഈശോയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, ഈശോ ഇനി എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ആംബുട്ടേഷനാണ് ഡോക്ടേഴ്സ് പറയുന്ന ഫൈനൽ ഇത്. ഞങ്ങൾ ആകെ തകർന്നിരിക്കുന്ന സമയം ഞാൻ ഈശോയുടെ മുഖത്തിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ ചെവിട്ടിൽ വന്ന് മാതാവ് പറയുന്ന പോലെ തന്നെ എൻ്റെ അടുത്ത് പറയാം, മോളെ ഈ ഉടമ്പടി ഒന്ന് ഓൺലൈൻ ഒന്ന് എടുത്തു നോക്കാൻ. ഞാൻ എടുത്തു നോക്കി. ഞാൻ നോക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റാത്ത ഇതെല്ലാമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ലൈഫ് അങ്ങനെ അല്ലായിരുന്നു, ഞങ്ങളുടെ ലൈഫ് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഞാനിത് ഓൺ ചെയ്തു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉടമ്പടി എടുത്തു. വെറും 1.5 മണിക്കൂർ കൊണ്ട്. ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടില്ല, ഇതെന്താ സ്ഥലം എന്ന് എനിക്കറിയത്തില്ല, ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു. 1.5 മണിക്കൂർ കൊണ്ട് മാത്രം ഈശോയുടെ മുഖത്ത് നോക്കി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ബിനോയുടെ അടുത്ത് പറയാമെന്ന് ചെന്ന് നോക്കുമ്പോൾ 1.5 മാസമായിട്ട് ബിനോയ് ഉറങ്ങത്തില്ലായിരുന്നു. രാത്രിയും പകലും ബിനോയ് ഉറങ്ങത്തില്ല. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ഇറിറ്റേഷൻ, എന്തുകൊണ്ടും ഉറങ്ങത്തില്ല. ഞാൻ ഈ ഉടമ്പടി എടുത്ത് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ബിനോയ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പം ഞാനും സുഖമായിട്ട് 1.5 മാസങ്ങൾക്ക് ശേഷം കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ബിനോയ് എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങി. അപ്പോഴാണ് ഞാൻ പറയണേ, ഏട്ടായി ഞാൻ ഇന്നലെ ഉടമ്പടി എടുത്തു എന്ന് പറയുന്നത്. അപ്പോഴാണ് ബിനോയ് അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ ലൈഫ് പിന്നെ വേറെ ഒരു ലെവലിലേക്ക് മാതാവ് മാറ്റി തുടങ്ങി. അതിനുശേഷം 2ാമത്തെ 3ാമത്തെ ദിവസം എൻ്റെ കൊന്ത ബിനോയുടെ ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വിളിച്ച് പറയാം. അപ്പം ഞാൻ വീണ്ടും തളർന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ കുർബാന വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊന്തയിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരാം. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ സാക്ഷ്യങ്ങളൊന്നും കേൾക്കാത്തതുകൊണ്ട് എനിക്ക് സ്മെല്ലിനെ കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ മണക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് ഈ കൊന്തയിലെ സ്മെല്ലിലൂടെയാണ്. അതിനുശേഷം ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹീമോഗ്ലോബിൻ കുറയുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റി സർജൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. ആ ഒരു വെള്ളിയാഴ്ച ബിനോയുടെ ലങ്സിൽ ഫ്ലൂയിഡ് കിട്ടുന്നു. ശരിക്കും പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടം. അപ്പം ഞാൻ ഈ ധ്യാനങ്ങളോ അച്ഛൻ്റെ ഒന്നും കേൾക്കുന്നില്ല, സാക്ഷ്യങ്ങൾ ചെറുതായി കേട്ട് തുടങ്ങിയായിരുന്നു. അതിനുശേഷം ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അതിനുശേഷം ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റിക്ക് പോവാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സഞ്ചാരി മാതാവ് വരും എന്നൊക്കെ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹീമോഗ്ലോബിൻ കുറഞ്ഞ ദിവസം ഞങ്ങൾ എമർജൻസി പോയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞിട്ട്, അപ്പോൾ മോൾക്ക് ആസ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ഹോമിയോ മരുന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് എമർജൻസിയിൽ തിരിച്ച് വന്ന സമയത്ത് ഞങ്ങളുടെ ടേബിളിൽ ഈ കൊന്ത കിടക്കുവാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ബ്ലൂ കളറാണ് ഈ കൊന്ത. ശരിക്കും മാതാവിൻ്റെ ഈ ഒരു ഇതുപോലെയാണ് ഈ കൊന്ത ഇരിക്കുന്നത്. ഇത് ടേബിളിൽ കിടക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ കൊന്ത എവിടെ നിന്നാണോ വന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ കൊന്ത എടുത്തിട്ട് ഞാൻ കൊന്തകളുടെ സ്ഥലത്ത് വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാതാവ് വഴി വേറെ ഈ ആദ്യമായിട്ട് എനിക്ക് ഈ കാശ് രൂപം കിട്ടുന്നത് എൻ്റെ കയ്യിൽ. ഈ കാശ് രൂപം എന്ന് കിട്ടിയോ, ഇത് സാധാരണ കാശ് രൂപമാട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെ ഒന്നും ഉടമ്പടി കാശ് രൂപം ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയ അന്ന് മുതലാണ് എനിക്ക് ശക്തി വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ കരച്ചിലൊക്കെ നിർത്തി. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി. എനിക്ക് പിന്നെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇത് കിട്ടിയ ദിവസം. അപ്പോൾ ഞാൻ ഇത് കിട്ടിയ ദിവസം ഞാൻ വേഗം ബിനോയുടെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഈ കൊന്താണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മമ്മി കൊടുത്തു വിട്ട കൊന്ത, അതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കണ്ടറിയാം, ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി തന്ന കൊന്തയിൽ ഞാൻ ലോക്കറ്റ് ഇട്ടെന്ന് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഞാനിങ്ങനെ ഒരു കൊന്ത കൊടുത്ത് വിട്ടിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഞാൻ വിചാരിച്ചു തന്നു വിട്ട ചേട്ടനാണോ, നോക്കിയപ്പോൾ ചേട്ടനും അല്ല. ഇപ്പോഴും ഞങ്ങൾക്ക് ഈ കൊന്ത എന്താണെന്ന് അറിയത്തില്ല. ഈ കൊന്ത ഇപ്പോഴും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ്. ശരിക്കും ഈ മാതാവിൻ്റെ കടലിൻ്റെ ആ ഒരു ഇതാണ്. ഈ കൊന്തയ്ക്ക് ഇനിയുണ്ട്. ഇതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി ബിനോയുടെ കാലിന് ബ്ലോക്ക് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആൻജിയോപ്ലാസ്റ്റിയുടെ അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ ശരിക്കും ഞങ്ങളുടെ കൂടെ ആരുമില്ല. വരാമെന്ന് പറഞ്ഞവർക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾക്ക് മാതാവ് ഒരു റൂം തരാം. ഞാൻ ആ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഗ്രേ കളറാണ് അതിലെല്ലാ കട്ടൻസും, പിന്നെ ഒരു ഗ്രേ കളറിലുള്ള ക്ലോക്കും ഉണ്ട്. ഞങ്ങളുടെ രൂപങ്ങളൊന്നുമില്ല. അവിടുത്തെ ഹോസ്പിറ്റൽ അങ്ങനെയാണല്ലോ. ഞങ്ങൾ അവിടെ ചെന്നു. ബിനോയ്ക്ക് കോംപ്ലിക്കേഷൻസ് ആണ് എനിക്കും ഡോക്ടറിനും അറിയാം. കാരണം ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവ്, ലങ്സിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 5 hours നിവർന്ന് കിടക്കണം. ബിനോയുടെ അവസ്ഥയിൽ അത് പറ്റില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. കോംപ്ലിക്കേഷൻസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ റിസ്ക് എടുത്ത് കയറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നഴ്സിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ കൊന്ത ഒന്ന് അകത്ത് കയറ്റാൻ പറ്റുമോ? കാനഡയാണ്, ഒട്ടും സാധ്യമല്ലാത്ത സ്ഥലം. അപ്പോൾ നഴ്സ് പറഞ്ഞു ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിനോയിനെ കൊന്തയായിട്ട് ഞാൻ വിട്ട സമയത്ത് അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാനായിട്ട് ഞാനങ്ങനെ നിൽക്കാത്ത ആൾ അന്നൊരു 4 മണിക്കൂറോളം ഞാൻ ആ റൂമിൻ്റെ അകത്തിരുന്ന് മാതാവിനെ വിളിച്ച് ഇവിടുത്തെ കുർബാന കണ്ട് ഞാനിങ്ങനെ ഇരിക്കുക. 3-4 മണിക്കൂർ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ തന്നെയുള്ളൂ, ഈശോ മാതാവിൻ്റെ അപ്പുറത്തും ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ ഇരിക്കുകയാണ്. അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 4 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇതിനുശേഷം കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഉള്ളിൽ പോകുന്നത് ഞാനിതൊന്നും അറിയാൻ മാതാവ് സമ്മതിക്കുന്നില്ല. ഞാൻ തന്നെയല്ലേ ഉള്ളൂ. പക്ഷേ ബിനോയ് ഇറങ്ങുന്ന സമയമായിട്ടും ബിനോയ് വന്നില്ല. പിന്നെ ബിനോയ് വന്നു കഴിഞ്ഞപ്പോഴാണ് പറയണേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറം ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു. ആ പയ്യൻ ബിനോയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ കൊന്ത നിങ്ങളുടെ കയ്യിൽ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞൊരു വാക്കാണ്, ഇത് നിങ്ങളുടെ ശക്തിയാണെന്ന് എനിക്ക് അറിയാമെന്ന് ബിനോയോട് പറഞ്ഞിട്ട് ബിനോയുടെ കൈകളുടെ ഉള്ളിൽ ഈ കൊന്ത ബിനോയുടെ കൈൻ്റെ ഉള്ളിൽ ഡോക്ടർ വെച്ചിട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് കെട്ടി വെച്ചേക്കാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറയുന്നത് ബിനോയ് തിരിച്ചു വന്നിട്ടാണ്. പക്ഷെ ഒരു കുഴപ്പമില്ലാതെയാണ് ആൻജിയോപ്ലാസ്റ്റി മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നായിരുന്നു. അതിനുശേഷം പിന്നത്തെ പ്രശ്നം ലങ്സിലെ ഫ്ലൂയിഡ്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് മരുന്നൊന്നും കിട്ടുന്നില്ല. ലങ്സിലെ ഫ്ലൂയിഡ്. ബിനോയ് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കിടക്കുമ്പോഴേക്ക് ശ്വാസം മുട്ടാണ്. ഒരു മരുന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വരുന്നത്, ഞാൻ പറഞ്ഞില്ല എനിക്ക് കൃപാസനത്തിലോട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബിനോയ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒഴികെ. അന്ന് വന്നപ്പോൾ ഒരു തേൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ തേൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ വേണ്ടാത്ത സ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് മാതാവ് പറയുന്ന പോലെ തന്നെ, മോളെ മാതാവേ അവിടെ ഒരു തേൻ ഇരിക്കുന്നുണ്ടല്ലോ, മോള് പോയി നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ആ തേൻ എടുത്ത് പിന്നെ എല്ലാ ദിവസവും ഞാൻ ബിനോയ്ക്കിന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഓയിൽ പെരട്ടി ഈ തേനും കൊടുത്തിട്ട് പറയും, മാതാവേ ഞങ്ങൾക്കിനി ഒരു ഓപ്ഷനും ഇല്ല, ലങ്സിൽ ഫ്ലൂയിഡാണ്, ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. അതോടൊപ്പം ഞാൻ ചെയ്തൊരു കാര്യം, പിന്നെയാണ് ഞാൻ പ്രേയേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ അച്ഛനെ കേട്ട് തുടങ്ങിയത്, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് ആദ്യത്തെ നിബന്ധനയാണ്, നമ്മൾ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ എളിമപ്പെടെയാണ് ഈശോ, എനിക്ക് ക്ഷമിക്കാത്തൊരു ആൾക്കാരുണ്ട്, ഞാൻ മിണ്ടാത്ത ആൾക്കാരുണ്ട്. ഞാൻ ഓരോരുത്തരും ക്ഷമിക്കുമ്പോഴും ബിനോയ് കിടന്ന് ഉറങ്ങണമെന്ന് മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എനിക്ക് അറിയാവുന്നവരോടൊക്കെ വിളിച്ച് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷം
ബിനോയ് ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ബിനോയിയുടെ ലങ്സിലെ ഫ്ലൂയിഡ് കുറഞ്ഞ് കിടന്നുറങ്ങാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ മാതാവ് ഞങ്ങൾ വളരെയധികം തൈലങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ബിനോയുടെ പലരെയും കാര്യങ്ങളും ഇതുപോലെ സോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിനോയുടെ ഈ വൂണ്ടിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം. ആ വൂണ്ട് ഭയങ്കര വൂണ്ടായിരുന്നു, ഫുൾ ഇൻഫെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ നഴ്സുമാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം എന്നോട് മാതാവ് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യാം, മോളെ ഓയിൽ അവിടെ പെട്ടി കുഴിച്ചു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ വൂണ്ടിൻ്റെ അവിടെയൊക്കെ ഓയിൽ പെറ്റി. ഞാൻ ഓയിൽ പെറ്റിയിട്ട് ഇങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ ഓയിൽ പെറ്റി നോക്കുന്ന ദിവസം ഭയങ്കര സ്നോയാണ്. നോക്കുമ്പോൾ അപ്പുറത്തെ വീടിൻ്റെ റൂഫിന് മുകളിൽ ഒരു ഗ്രേ കളറ് പ്രാവിരിക്കുക. ഞാൻ ഓയിൽ ഫസ്റ്റായിട്ട് പെറ്റിയ ദിവസം. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി ഓയിലിനുണ്ടല്ലോ എന്ന്. അന്ന് തുടങ്ങി ഞാൻ ഓയിൽ എല്ലാ ദിവസവും ബിനോയിൽ പെരട്ടും, ഞാൻ തേൻ കൊടുക്കും, ഉപ്പ് കൊടുക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങിയായിരുന്നു. പിന്നെ ഒരു ദിവസം ഈ സഞ്ചാരി മാതാവ് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, കാരണം ബിനോയ്ക്ക് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ആൻറ്റിബയോട്ടിക് അവിടെ മിസ്റ്റേക്കലി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക് വീട്ടിൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും വരുന്ന ഡ്രസ്സ് ചെയ്യുന്ന പറഞ്ഞ നേഴ്സുമാരല്ല അന്ന് വന്നത്, വേറൊരു നേഴ്സ് വരാണ്. ഒരേ ഒരു ദിവസം മാത്രമേ, എനിക്ക് തോന്നുന്നു 6 മാസത്തോളം നേഴ്സുമാർ വീട്ടിൽ വരുമായിരുന്നു. പക്ഷേ ആ നേഴ്സ് വന്ന ദിവസം ആ നേഴ്സ് എന്നോട് പറയാം, മോളെ ഇതിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ നേഴ്സ് വന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു 5 ദിവസം കൂടി ബിനോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആൻറ്റിബയോട്ടിക് ആയിരിക്കും. പക്ഷെ അവിടെ മാതാവ് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. ഞങ്ങൾ ആ മരുന്നുകളെല്ലാം കളഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മോളുടെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. മോൾക്ക് ആസ്മയായിരുന്നു. ഈ കൊന്ത വന്ന ദിവസമാണ് ഞാൻ ഇവിടുന്ന് ഹോമിയോ മരുന്ന് കൊണ്ടുവന്നപ്പോഴാണ് ഈ കൊന്ത എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ കൊന്ത വന്ന ദിവസം ഞാൻ ഈ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ആ മരുന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. അന്ന് മുതൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്നുള്ള തേനും ഉപ്പുമാണ് ഈ മോൾക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി തൊട്ട് ഇന്നേ വരെ ഈ മോൾക്ക് ആസ്മയോ അല്ലെങ്കിൽ ശ്വാസമുട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചോന്ന് പോലും എനിക്ക് അറിയത്തില്ല എൻ്റെ സിറ്റുവേഷനിൽ. പക്ഷെ അതെല്ലാം മാതാവ് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് മാറ്റിത്തന്നു. അതേപോലെ തന്നെ മാതാവ് ഓരോരുത്തരുടെ വീടും, നമ്മുടെ വീട്ടിൽ തന്നെ 3 പേര് 4 പേരോളം ഈ ഉടമ്പടി കാശുരൂപം, അത് കാനഡയിലാട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവിടുത്തെ പോലെ ഓടി വരാനൊന്നും പറ്റില്ല. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും 4 പേരൊക്കെ ഉടമ്പടി കാശുരൂപം കൊണ്ടുവന്ന് ബിനോയിയുടെ മുറിവുകളിലും ലങ്സിലും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലം ഒരുപാടാണ്, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങി. അതും എനിക്ക് അമ്മ മാതാവ് തന്ന ഗ്രൂപ്പാണ് ഞാൻ പറയും. അച്ഛൻ പറയുന്ന ധ്യാനങ്ങൾ കേട്ടിട്ട് ഒരു ദിവസം അച്ഛൻ പറഞ്ഞു, ഇന്ന ദിവസം തൊട്ട് ഒരു നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കും. ഞാൻ ആ ഡേറ്റ് ഇങ്ങനെ കലണ്ടറിൽ കുറിച്ചു. അന്ന് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാ ദിവസവും മകളുടെ ജപമാലയൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതിന് ശേഷം മെയ് തൊട്ട് നവംബർ വരെ എല്ലാ മാസവും ഞാൻ മഴവിൽ കണ്ടിട്ടുണ്ട്. എല്ലാ മാസവും മഴവിൽ ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച, ഇനി പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച് വന്നതല്ല. ഈ ഡിസംബറിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ മാതാവ് പ്ലാൻ ചെയ്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, അതും ഡിസംബർ 7-ാം തീയതിക്ക് മുമ്പ് തന്നെ. പിന്നെ ഞങ്ങൾ വേറെ ചെയ്തൊരു കാര്യം, ബിനോയെ സൗഖ്യപ്പെടുത്താൻ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ഒരു കാര്യം വിശുദ്ധ കുർബാനയാണ്. കാരണം ബിനോയ് ഇത്ര സിക്കായിരുന്ന സമയത്ത് ഞാൻ കുർബാനയിൽ പോകും. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നാണ്, എന്താ ബിനോയിനെ കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം, അങ്ങനെ ഞാൻ ബിനോയിനെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അതിന് ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നല്ല സ്നോ എന്ന് പറഞ്ഞാൽ നല്ല സ്നോയാണ്. പക്ഷെ ആ സ്നോയിലും ഞാൻ ബിനോയിനെ വീൽ ചെയറിൽ ഇരുത്തി, കാലുമോ ബൂട്ട്സ് ഇടാൻ പറ്റത്തില്ല, കൈമോ ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് വിൻ്റർ ജാക്കറ്റ് ഇടാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ വിശുദ്ധ കുർബാനയിലൊന്നും ആഴമായി ഇതല്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ വിശുദ്ധ കുർബാനയിൽ എന്താണ് ഇത്രയും ഉള്ളതെന്ന് എനിക്കൊരു ബോധ്യം വന്നത്. ഞാൻ അന്ന് തുടങ്ങി ബിനോയിനെ കൊണ്ടുപോകും. ബിനോയ് ആദ്യം അവിടെ ഇരുന്ന് അച്ഛൻ വന്നാണ് വിശുദ്ധ കുർബാന തന്നുകൊണ്ടിരുന്നത്. മലയാളം കുർബാനയാണ്, ഞങ്ങളുടെ മലയാളം പള്ളി, സ്വന്തം ഇടവക. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈസ്റ്ററിൻ്റെ അന്ന് ബിനോയ് നടന്നു പോയി ഈശ്വരൻ സ്വീകരിക്കണേന്ന്. മാതാവ് സാധിച്ചു തന്നു. ആ ഈസ്റ്ററിൻ്റെ അന്ന് തന്നെ ബിനോയ് തന്നെ നടന്നു പോയി ഈശോ സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇനി ബിനോയ് ബൈബിൾ വായിക്കണം സ്റ്റേജിൽ കയറി. അത് മാതാവെ സാധിച്ചു തന്നു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ബിനോയ് ഓൾട്ടറിൽ കയറണം.
അതും മാതാവ് ഒരു മാസത്തിനുള്ളിൽ സാധിച്ചു തന്നു. ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് പോകുന്നതെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയും കൂടി ബിനോയ് ഓട്ടോയിൽ കയറിയിട്ട്, ഞങ്ങളുടെ മലയാളം കുർബാനയിൽ ഓട്ടോയിൽ കയറിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഞങ്ങൾക്കറിയാം, കാരണം ആൾ സിക്കായിരുന്നു എല്ലാം ആണ്. പക്ഷേ ഒരു പ്രശ്നം കൂടാതെ മാതാവ് ഇവിടെ എത്തിച്ചു. അതിലപ്പുറം ഇവിടെ വന്നതിന് ശേഷം ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ബിനോയ് ആകെ 2-3 സ്റ്റെപ്പൊക്കെ കയറുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ നോക്കുമ്പോൾ 2 നിലയുടെ മുകളിലാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബിനോയ് വളരെ കൂളായിട്ട് നടന്നു പോവുക. അതായത് ഈ 9 മാസമായിട്ട് ബിനോയ് 2-3 സ്റ്റെപ്പ് കയറുന്ന ഒരാൾ ഞാൻ നോക്കുമ്പോൾ പിടിന്ന് മുകളിലേക്ക് കയറി ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. ആൾ അതേ സ്പീഡിൽ ഇറങ്ങി വന്നു. 9 മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇത്രയധികം സ്റ്റെപ്പ് കയറുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഏട്ടാ ഈ ആദ്യമായിട്ടല്ലേ ഇത്ര സ്റ്റെപ്പ് കയറുന്നത്? അപ്പോഴാണ് ബിനോയും ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രയും സ്റ്റെപ്പ് കയറിയെന്ന്. അതിനുശേഷം ബിനോയ് പറഞ്ഞു, ഇനി എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഈ മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതേപോലെ സ്റ്റെപ്പ് കയറിയെങ്കിൽ ഞാൻ ഇനി എന്തിനാണ് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ 7-ാം തീയതിക്ക് മുമ്പ് മാതാവ് ആഗ്രഹിക്കുന്നത് ഞങ്ങളിവിടെ എത്താം, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, ബിനോയ് ഇത്രയും മാസങ്ങളായി ജോലിക്ക് പോയിട്ട് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് 2000 രൂപയ്ക്ക് താഴെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വരാൻ അത്ര ഈസിയല്ല. $2500 ഇപ്പോൾ ടിക്കറ്റ് റേഞ്ച് ഈ വെക്കേഷൻ ആയതുകൊണ്ട്. പക്ഷെ അതും മാതാവ് 1800 രൂപയ്ക്ക് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തെന്ന് ഞങ്ങളിവിടെ വന്നു. അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും ഈ മാതാവിന് മുമ്പിൽ നിന്നിട്ട് സുഗന്ധ അഭിഷേകം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ മാതാവിനെ കാണാൻ അത്ര ആഗ്രഹമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എല്ലാവരെയും വീഡിയോ കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നിന്നിട്ട്. ഈ ഓരോരുത്തരെയും വിളിച്ച് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 3 പേർക്കും നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് ഞങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അതുകൂടി പറയണം, മാതാവിൻ്റെ വേറൊരു അനുഗ്രഹം കൂടി. വെള്ളിയാഴ്ച ടിക്കറ്റ് എടുത്തു, വെള്ളിയാഴ്ച രാത്രി എടുക്കുന്നു. ഞായറാഴ്ച രാവിലെ ബിനോയുടെ കാലുമ്പോൾ ചെറിയൊരു തൈമ്പ് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാവിലെ നോക്കുമ്പോൾ അത് വീണ്ടും പൊട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഈശോയെ ഞങ്ങളുടെ യാത്രയെല്ലാം ഇതായെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് ഡ്രസ്സ് ചെയ്യുക. പക്ഷെ ഞാൻ പറഞ്ഞു, മാതാവേ പറ്റില്ല, യാത്ര ചെയ്യാനുള്ളതാണ്, ഞാൻ ഓയിൽ വെച്ച് വിശ്വാസപരം പണം ചെയ്യില്ല. അപ്പം എന്നോട് മാതാവ് പറയാം, മോളെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു സാധാ കാശുരൂപ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ സാധാ കാശുരൂപ ആണെങ്കിലും ഇതിന് ഭയങ്കര പവർഫുള്ളാണ്. കാരണം ഞങ്ങൾക്ക് അവിടെ ഉള്ളവർക്കൊന്നും നമുക്ക് ഉടമ്പടി കാശുരൂപൊന്നും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ, ഭയങ്കര ശക്തിയുണ്ട്, ഇത് ഭയങ്കര ശക്തിയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കാശുരൂപം വെച്ച് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പ്രാർത്ഥിച്ചു, മാതാവ് യാത്ര ചെയ്യണം, വേറെ ഒരു ഓപ്ഷനില്ല, നിൻ്റെ ക്രേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ബിനോയ് പറഞ്ഞു, സാറില്ല നാളെ നോക്കാം. പക്ഷെ ഞാൻ അന്ന് രാത്രി ഈ ഡ്രസ്സിങ് അയച്ച് നോക്കുമ്പോൾ ആ ഒരു തയമ്പ് പോലെ ഉണ്ടായിരുന്ന സംഭവം അങ്ങനെ അടർന്നു പോയിരിക്കുക. അത് ശരിക്കും മാതാവിൻ്റെ ഒരു അത്ഭുതമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞങ്ങളവിടെ കാനഡയിൽ അച്ഛനറിയാം, ഞങ്ങൾക്ക് അവിടെ ഗഡ്സമേ എന്ന് പറഞ്ഞ സുരേഷ് ബ്രദറിൻ്റെ ഒരു വലിയൊരു ഇതുണ്ട്. അവിടെയാണ് അച്ഛൻ കഴിഞ്ഞ വർഷം വന്നിട്ട് ധ്യാനം നടത്തിയത്. ധ്യാനം നടത്തി അവിടെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ വന്നതിന് ശേഷം, ഞാനിത് പറയുന്നത് കാനഡയിലുള്ള ആളുകൾക്ക് എൻ്റെ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ അച്ഛൻ വന്നതിന് ശേഷം അവിടെ മാതാവിൻ്റെ വലിയൊരു രൂപം വെച്ചിട്ടുണ്ട് കാനഡയിൽ, വലിയൊരു രൂപം അച്ഛൻ പറഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ മെയ് മാസത്തിൽ ഞാൻ അവിടെ ചെല്ലാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മനസ്സ് തകർന്നിട്ടാണ് ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ മാതാവിൻ്റെ രൂപം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചെറിയൊരു രൂപമാണ്, പക്ഷെ അല്ലായിരുന്നു, ഒരു വലിയ രൂപം. ഞാൻ അവിടെ ചെന്നൊരു 3-4 മണിക്കൂർ മാതാവിൻ്റെ താഴെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പോലെ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾ ഇവിടെ എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ എന്താ പറയുക, 1 മാസം കൊണ്ട് ഞങ്ങൾ അവിടെ വലിയൊരു അകടജപമാല അവിടെ നടത്തി. ഞാനിത് പറയുന്നത് കാനഡയിലെ ആളുകൾക്ക് വേണ്ടിയാണ്, നമുക്ക് ആർക്കും ഇവിടെ പെട്ടെന്ന് വരെ സാധിക്കുകയില്ല. പക്ഷെ അവിടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാണ്. അവിടെ സുരേഷ് ഡൊമിനിക് എന്ന അച്ഛനും ബ്രദറും ഒരു അച്ഛനൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അവിടെ ഞങ്ങൾ അകടജപമാല ചെയ്തു. അവിടെ കാനഡയിലുള്ള മക്കൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ധൈര്യമായിട്ട് ചെല്ലാം. അവിടെ അവരെല്ലാവരും അത്ര ഹെൽപ്ഫുള്ളാണ്. അമ്മ മാതാവ് അവിടെ ഉണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പോലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ ഗ്രൂപ്പ് വഴി ഒരുപാട് മക്കളെ സഹായിക്കുന്നുണ്ട്, ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വരുമാനത്തിന് ചെറിയൊരു വരുമാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ
എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ത്യാഗം. നമ്മൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ത്യാഗങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ചെയ്ത ത്യാഗം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ബോധ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഫെബ്രുവരി തൊട്ട് നല്ല മഞ്ഞാണ്. പക്ഷെ ഞാൻ ആദ്യം അത് ബിനോയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഈശോയുടെ അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല, അതിലപ്പുറം വേറെയുണ്ട്, ഈശോയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ത്യാഗം ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ കിടക്കാൻ തുടങ്ങി. വെറുതെ പായിട്ട് വെറുതെ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് ഞാൻ താഴെ കിടക്കും. നല്ല തണുപ്പാണ്, പുറത്ത് നല്ല തണുപ്പാണ്, പക്ഷെ ഞാൻ അങ്ങനെ കിടക്കും. അങ്ങനെ ഞാനൊരു 4-5 മാസം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കിടന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പോകുക. വിശുദ്ധ കുർബാനയിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ഈശോ നമ്മളെ സൗഖ്യപ്പെടുത്തും. അത് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈശോ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്തേക്ക് ശരിക്കും ഇറങ്ങി വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല, പേപ്പറൊന്നും ഞാൻ അങ്ങനെ ചെയ്യല. പക്ഷെ മാതാവ് എൻ്റെ കയ്യിൽ കൊണ്ട് 2 കെട്ട് 3 കെട്ട് പേപ്പർ ആരെങ്കിലും ഇവിടുന്ന് വരുമ്പോൾ എൻ്റെ കയ്യിൽ തരും. പക്ഷെ അറിയിക്കുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് ആ പേപ്പർ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഉള്ളവർക്കൊക്കെ പേപ്പർ കൊടുക്കാറുണ്ട്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങൾ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ വലിയ അനുഗ്രഹത്തോടെ ഈശോയിൽ നിന്ന് ഇത്രയധികം അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് വേണ്ടാന്ന് വെച്ചു. ഞാനൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സിനിമ കാണാണ്ട് ഉറങ്ങത്തില്ലായിരുന്നു. ഫേസ്ബുക്ക് ഒക്കെ എൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കതൊന്നും കാണണമെന്നൊന്നും തോന്നിയിട്ടില്ല. ഞാനതെല്ലാം വേണ്ടാന്ന് വെച്ചു. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ ഈശോ എന്തായാലും നമുക്ക് അനുഗ്രഹങ്ങൾ തരും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഈശോയോട് പറയും, ഈശോയെ ഇതൊക്കെ എനിക്ക് തരണമെന്ന് പറയും. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മളത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടും. പക്ഷേ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമുക്കൊരു സങ്കടവും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾക്കിങ്ങനെ പല സഹനങ്ങളും, പിന്നെ ഇവിടെ പല കാര്യങ്ങൾക്കും വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ, ഓരോ സഹനം വരുമ്പോൾ ഞങ്ങൾ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ, ഞങ്ങളിപ്പോൾ അടിക്കുന്ന ഈ ടെൻഷനിൽ ഏതെങ്കിലും ആൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം. ആ രീതിയിലേക്ക് സഹനങ്ങളെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിരാശ ജീവിതത്തിൽ നിന്ന് മാറി തുടങ്ങി, പ്രത്യാശയായി. പിന്നെ നമുക്ക് സന്തോഷമായി, നമുക്ക് ഭയങ്കര ഒരു ധൈര്യമായി. നമുക്ക് എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ് വലുത്. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, ഈശോയുടെ ഇഷ്ടം പോലെ എന്താണോ അതേപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊന്നും നമുക്കൊന്നുമല്ല. പിന്നെ ഈശോ പ്ലാൻ ചെയ്യും. അങ്ങനെ ഈശോ പ്ലാൻ ചെയ്തിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ അമ്മ മാതാവും ഈശോയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഹസ്ബൻഡിനോട് കൊടുക്കാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ തമ്പുരാനും നന്ദി പറയാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമായിരുന്നു ആദ്യമേ തന്നെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തത്. ഞങ്ങൾ വീട്ടിൽ പോലും പോവാതെ അവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അമ്മയ്ക്കും ഈശോ തമ്പുരാനും ഒരുപാട്. ഈശോനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഹെലൻ വില്യം. ഞാൻ ആലപ്പുഴ രൂപത പുന്നപ്ര സെൻറ്റ് ജോൺ മരിയ വിയാനി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2021 ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത്. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് സെക്കൻഡ് ഇയറിൽ സപ്ലി എക്സാം വന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സപ്ലി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നീട് ഞങ്ങളുടെ ബാച്ചിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പകുതിയോളം പേര് തോൽക്കുമായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ അത് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് തേർഡ് ഇയർ എക്സാം വന്നപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ആ എക്സാമിൽ ഞങ്ങളുടെ കോളേജിൽ വേസ്റ്റ് ബാച്ച് എന്നും പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ആ എക്സാമിൽ ഞങ്ങൾ 58 പേര് എക്സാം എഴുതിയതിൽ 2 പേര് മാത്രം അറ്റൻഡൻസിൻ്റെ ഇതുകൊണ്ടാണ് അവർ എക്സാം എഴുതാൻ പറ്റാതെ തോറ്റുപോയത്. ബാക്കി എക്സാം എഴുതിയ 56 പിള്ളേരിൽ 16 പേർക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ക്ലാസ്സും 2 പേർക്ക് സെക്കൻഡ് ക്ലാസ്സുമായിട്ട് ഞങ്ങളെല്ലാവരും പാസ്സായി.
അതുപോലെ തന്നെ 4th ഇയറിലും ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. വൈവേ ക്ലിയർ ചെയ്യാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഞങ്ങളെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 4th ഇയറിൽ എക്സാം എഴുതി എല്ലാവരും തന്നെ ഞങ്ങൾ പാസ്സായി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ വെച്ചത്, എനിക്ക് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു. കാരണം എൻ്റെ വീട്ടിലൊട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങൾ മുന്നിലല്ല, ഞങ്ങൾ പിന്നിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഒരു ഇതുമില്ലായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞ് പഠിക്കാൻ ആഗ്രഹിച്ചതല്ലേ, പഠിക്കാൻ പോ. അപ്പം എൻ്റെ അച്ഛനും സപ്പോർട്ട് നിന്ന് എന്നെ പഠിക്കാൻ വിട്ടു. ഞാൻ എറണാകുളത്ത് ഡിസംബർ മാസം 27-ാം തീയതി എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റായിട്ട് ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് എൻ്റെ A1 ക്ലാസ് തീരാറായപ്പം രണ്ടാമത്തെ A2ൻ്റെ ക്ലാസ് തുടങ്ങേണ്ട ടൈമിൽ ഫീസ് അടക്കേണ്ട സമയമായപ്പം വീട്ടിൽ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ നോർക്കയിൽ അപ്ലൈ ചെയ്തത്. നോർക്കയിൽ നേഴ്സുമാരെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിപ്പിക്കുമായിരുന്നു. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്തത്. പക്ഷേ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എന്നെ നോർക്കയിൽ നിന്ന് വിളിക്കുകയും A1 തൊട്ട് B1 വരെ എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിക്കാൻ പറ്റുകയും ചെയ്തു. അത് എനിക്ക് മാതാവ് ഒരുക്കി തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് ജർമ്മൻ്റെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു എക്സാം പാസ്സാകാനൊക്കെ. ഞാനപ്പം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത്. അങ്ങനെ എനിക്ക് എക്സാം എന്നെ പാസ്സാക്കി തന്നു. പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പം എനിക്ക് എന്തോ എൻ്റെ കാര്യങ്ങളെല്ലാം ഡിലേ ആയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം എനിക്ക് പെട്ടെന്ന് തന്നെ മാതാവെല്ലാം ആക്കിത്തരും. അങ്ങനെ എനിക്കൊരു പെട്ടെന്ന് ഒരു അനക്കം ജാനുവരിയിൽ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തെങ്കിലും ഒരനക്കവും ഇല്ലായിരുന്നു. പക്ഷേ ജൂണായപ്പം എൻ്റെ ബഷീദ് വന്നു. എൻ്റെ കൂടെ വെച്ചൊരു കൊച്ചിന് വന്നില്ല, പക്ഷേ എനിക്ക് വന്നു. എനിക്ക് കോൺട്രാക്റ്റും എല്ലാം അപ്പം തന്നെ ഇട്ട് തന്നു. ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും ഞാൻ ഉടമ്പടിയിലാണെങ്കിലും ഞാൻ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമായിരുന്നു. ഞാൻ നന്നായിട്ട് ഉഴപ്പി കളഞ്ഞായിരുന്നു. പക്ഷേ ആ വിസ വെച്ചു. എനിക്ക് റിജക്ഷൻ വന്നു. കാരണം ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പിയത് തന്നെയാണ്. കുഞ്ഞിലേ ആണെങ്കിലും ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഈ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ആ റിജക്ഷൻ വന്നു. എന്നെ വീട്ടിൽ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ വിസ റിജക്ഷൻ വന്ന അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊന്തയൊല്ലിക്കൊണ്ടിരുന്നപ്പം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊരു ജൂലൈ 7 ഉടമ്പടി എന്തായാലും ഉഴപ്പിയാണ് അത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായപ്പം എനിക്ക് വീണ്ടും ഒന്നുകൂടെ ഉടമ്പടി തിരിച്ചു വരണം എന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഒന്നുകൂടെ എടുത്തു. ആ എടുത്ത് പ്രാർത്ഥിച്ച് പോയി. എൻ്റെ അടുത്ത് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, വിഷമിക്കണ്ട, പ്രീ അപ്രൂവലിന് വെച്ചിട്ടുണ്ട്, നമുക്കത് വെച്ച് രണ്ടാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടുന്ന് പോയി. എൻ്റെ കൂടെ വെച്ച ചേച്ചിമാർക്കൊക്കെ മൊഡ്യൂൾസ് കുറവായിട്ടും അവർക്കൊക്കെ വിസ വന്നു. എനിക്ക് വരാഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ എടുത്ത് പിന്നെ ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോകുമ്പം എനിക്ക് മൊത്തവും സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. എനിക്ക് വീട് വരെ അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്ത് ഒക്ടോബർ മാസം എനിക്ക് പ്രീ അപ്രൂവലിൻ്റെ ഇത് വന്നു. അപ്പം ഞാൻ റിജക്ഷൻ വന്നതുകൊണ്ട് അച്ഛനെ വന്ന ആ പേപ്പേഴ്സും എല്ലാമായിട്ട് കണ്ട് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നോട് എംപ്ലോയറിൻ്റെ പേരും എല്ലാം ചോദിച്ചു, 14 ദിവസത്തിനുള്ളിൽ നടക്കും, നീ നല്ല രീതിക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വിശ്വസിച്ച് തന്നെ പോയി. ഞാൻ ശനിയാഴ്ചയാണ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ മേടിച്ചിട്ട് പോകുന്നത്. തിങ്കളാഴ്ച ആയപ്പം എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് എനിക്ക് പ്രീ അപ്രൂവൽ വന്നെന്നുള്ള മെസ്സേജാണ് എനിക്ക് പറഞ്ഞത്. ആ പ്രീ അപ്രൂവൽ അതിന് മുമ്പ് വന്നവർക്കും കോൺട്രാക്റ്റ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, 3-ാം ദിവസം എനിക്ക് പ്രീ അപ്രൂവൽ വന്നു. പിറ്റേ ദിവസം തന്നെ 4-ാം ദിവസം എനിക്ക് കോൺട്രാക്റ്റും വന്നു. 5-ാം ദിവസം ആയപ്പോൾ എനിക്ക് VFSന് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും കിട്ടി. അച്ഛൻ എനിക്ക് കുരിശുരൂപം തന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മ ഒക്ടോബർ 25-ന് ഇവിടുത്തെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തോളാം. ഒന്നെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയോ എനിക്ക് VFSൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. 10-ാം ദിവസം ആയപ്പം എനിക്ക് ഒക്ടോബർ 27-ാം തീയതി തന്നെ VFSൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഒക്ടോബർ 27 ഞാൻ സബ്മിറ്റ് ചെയ്തെങ്കിലും
കൊച്ചിയിൽ അന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരോട്ട് ഡിസ്പാച്ചിന് മെസ്സേജ് വരേണ്ടത്. എനിക്കത് വന്നിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ വീട്ടിലൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 13-ാം ദിവസമായപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തിരിയിൽ മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ രൂപം വന്നു. അപ്പം എനിക്ക് തന്ന അടയാളമായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ കാരണം ഒരു അടയാളം ചോദിച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത്. അപ്പം എനിക്ക് ആ 13-ാം ദിവസം വിസ എംബസിയിലോട്ട് ഡിസ്പാച്ചായ മെയിൽ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒട്ടും ഞാൻ മടി കാണിച്ചില്ല. പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് തന്നെ പോയി. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ഇതെനിക്ക് ഉറപ്പാണ്, വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നത് വരെ കുർബാന മുടക്കാതെ ഞാൻ പങ്കെടുക്കും എന്നുറച്ച് ഇതിൽ നിന്നു. കുർബാനയിലൊക്കെ ഞാൻ പോയി നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് വിസയുടെ ഡിലേ ആവുന്നുണ്ടായിരുന്നു. 1 മാസം 15 ദിവസം കൊണ്ട് വരേണ്ട വിസയൊക്കെ എനിക്ക് ഇതുവരെ വന്നില്ല. എൻ്റെ പിന്നിൽ വെച്ച പിള്ളേർക്ക് എല്ലാവർക്കും വന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ച്, അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചത്. ആ ആഴ്ച തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചൊവ്വാഴ്ച ഞാൻ കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥന സഹായം പറഞ്ഞപ്പം ഇവിടുത്തെ ഒരു ചേച്ചിയാണ് ചേച്ചി എൻ്റെ അടുത്ത് യോഹന്നാൻ 4-ാം അധ്യായം 21-ാം വാക്യം, യേശുവിലെ സ്ത്രീയെ നീ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ ആരാധിക്കാത്ത സമയങ്ങൾ വരുന്നു എന്നും പറഞ്ഞുള്ള വചനമാണ് എനിക്ക് തന്നത്. സ്ത്രീയെ നീ വിശ്വസിക്കുക എന്നുള്ള വചനത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ചു. ആ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ ആഴ്ച തന്നെ വ്യാഴാഴ്ച ഞാൻ 33 വചനം പറഞ്ഞു, 33 വട്ടം വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് രാത്രി ഞാൻ കിടക്കാൻ നേരമായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഒന്നെങ്കിൽ നാളെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടുള്ള വചനമായിരിക്കണം പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് നാളെ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന വചനം എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം ഇവിടെ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ വചനം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. പുറപ്പാട് 33:17, നീ പറഞ്ഞ ഈ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു, കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അന്ന് ഇതുവരെ എനിക്കൊരു മെയിൽ പോലും 1 മാസമായിട്ട് മെയിൽ പോലും വരാതിരുന്ന അന്ന് 10:15 എനിക്ക് മെയിലും വന്നു. അതിനു മുമ്പ് ഞാൻ കുർബാന കഴിഞ്ഞ് വന്ന് എപ്പോഴും ഇത്തിരി നേരം കിടന്നുറങ്ങും. 6 മണിക്കത്തെ കുർബാനയ്ക്ക് പോയിട്ട് ഇത്തിരി നേരം കിടന്നുറങ്ങും. ആ ഉറക്കത്തിൽ ഞാൻ മാതാവിനെ സ്വപ്നം കാണുകയും ചെയ്തു. സ്വപ്നം കണ്ടിട്ട് എന്നോട് പറഞ്ഞ വചനം ഇതാണ്, ലൂക്ക 19:9, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്കിത് മാതാവ് തന്നു തന്നെയാണ്. എൻ്റെ കുടുംബവും ഒത്തിരി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാണെങ്കിലും ഒരിക്കലും ആത്മീയമായിട്ട് പിന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല. പള്ളികളിലെല്ലാം ഞങ്ങൾ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ അമ്മ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രിസ്ത്യാനിൻ്റെ ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു. എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വണ്ടാന ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഞാൻ പഠിച്ചിരുന്ന ഹോസ്റ്റൽ, അവിടെ എല്ലായിടത്തും ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അമ്മ എനിക്ക് തരുന്ന പൈസ കൊണ്ട് രോഗികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വണ്ടാനത്തെ രോഗികളെ, ക്യാൻസർ പേഷ്യൻസിനെയും മെൻ്റൽ പേഷ്യൻസിനെയൊക്കെ കാണാൻ പോയി അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അവർക്കും എന്തെങ്കിലും എന്നാൽ കഴിയുന്നത് സഹായിക്കുമായിരുന്നു. പിന്നെ എന്നോട് സഹായം ചോദിച്ചു വന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്കായാലും ആർക്കായാലും ഞാൻ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും 2023 മെയ് 27-ാം തീയതിയാണ്. ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞത് 2024 ജൂലൈ 10-ാം തീയതിയായിരുന്നു. എനിക്ക് ആദ്യം തന്നെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പോയ പിറ്റേ ദിവസം മുതൽ അമ്മ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. വലുതായിട്ട് തന്നതല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം അമ്മ തന്നു. ഞാൻ വീട്ടിലെ ഊണ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഡെയിലി ഒരു 25 ഊണ് തരണേന്ന് പറഞ്ഞു. അമ്മ പിറ്റേ ദിവസം മുതൽ 25 എന്നുള്ളത് ഓരോ ദിവസവും കൂടി 200-ഓളം ഊണുകൾ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ച്. അങ്ങനെ ഇരിക്കെ എനിക്ക് ഗൾഫിൽ പോകാൻ ചാൻസ് വന്നു. ഞാൻ ഗൾഫിൽ പോയി. അവിടുന്ന് വന്നാണ് ഞാൻ അമ്മയോട് സാക്ഷ്യം പറഞ്ഞത്. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ വന്നത്, എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് സൗഖ്യപ്പെട്ടതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത്.
ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയും കാര്യങ്ങളുമായിട്ട് ഒരു ചെക്കപ്പിന് പോയതാണ്. അവിടെ 2 വർഷത്തെ മെഡിക്കൽ വിസ എടുക്കാൻ വേണ്ടി മെഡിക്കൽ ഉണ്ടായിരുന്നു. അപ്പം നാട്ടിൽ വന്നൊന്ന് ചെക്കപ്പ് നടത്തിയിട്ട് പോകാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ വന്ന് എക്കോയും എല്ലാം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഹാർട്ടിന് ചെറിയ ബ്ലോക്കുണ്ട്. അപ്പം അത് 5 ഗ്രാം ചെയ്ത് നോക്കണം. അപ്പോൾ അത് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന് അന്നേരേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടില്ല, അല്ലാതെ തന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരാളെ ഉടമ്പടി എടുക്കാൻ ഞാൻ കൊണ്ടുവന്നതായിരുന്നു. അവർക്ക് ഉടമ്പടി എടുപ്പിച്ച് മേളിൽ അവരിരുന്ന സമയത്ത് ഞാൻ താഴെ ഇരുന്നപ്പോൾ അച്ഛനിങ്ങനെ വരുന്നു, എല്ലാവരും മാറി നിൽക്കണമെന്ന് വന്നൊരു സിസ്റ്റർ പറയുന്നു. എല്ലാവരും മാറി 2 സൈഡിലോട്ട് നിൽക്കുന്നു. അച്ഛൻ വന്നൊരു വീൽ ചെയറിൽ ഇരുന്ന ഒരു അപ്പച്ചന് തൈലം പൂശി പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ അങ്ങനെ നിന്നപ്പോൾ കാണാൻ എല്ലാവരും 2 സൈഡിൽ നിന്ന് അച്ഛനിങ്ങനെ കൈ തൊട്ട് ഓരോരുത്തരെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയോ ഞാനും ചെന്ന് അച്ഛൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലാം എന്ന് വിചാരിച്ചു. ഞാൻ ഓടി ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്നു. ഞാനങ്ങനെ അച്ഛന്ന് വിളിക്കണമെന്ന് പ്രതീക്ഷിച്ചോ എടുത്തോ ഒന്നും അല്ല ഞാൻ വന്നത്. പക്ഷേ ഞാൻ അച്ഛൻ എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ അറിയാതെ എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ അച്ഛോന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് അച്ഛൻ അവിടെ നിന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അച്ഛനോട് പറയുന്നെങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അച്ഛൻ എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കരയാണ്. അച്ഛൻ ഏതാണ്ട് ഒരു 3 മിനിറ്റോളം എൻ്റെ നെഞ്ചത്ത്, അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും തിരക്കുള്ള ഒരച്ഛൻ നിന്ന് പ്രാർത്ഥിച്ച് തലയിൽ പിടിച്ചിട്ട് അച്ഛനങ്ങ് പോയി. അപ്പം ഞാൻ എന്നും തൈലം നെഞ്ചത്ത് പുരട്ടി പ്രാർത്ഥിച്ചിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇനി ചെന്ന് 5 ഗ്രാം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എൻ്റെ മോൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പം പോയി 5 ഗ്രാം എടുത്ത് നോക്കിയപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് 4 സൈസ് ഹാർട്ടിൻ്റെ ഗുളിക തന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ കൈ കയറി പിടിച്ചിട്ട് ചോദിച്ചു, എനിക്കെന്ത് അസുഖമൊന്നുമില്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് അസുഖം വേണമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 ഹോസ്പിറ്റലിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞു വിട്ടു, ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, മരുന്നുകളെല്ലാം നിർത്താം എന്ന് പറഞ്ഞ് എല്ലാ മരുന്നും നിർത്തി. അങ്ങനെ എനിക്കൊരു രോഗസൗഖ്യം തന്ന് എന്നെ സുഖപ്പെടുത്തി. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. 2ാമത്തെ സാക്ഷ്യം, 7 വർഷം കൊണ്ട് എനിക്കൊരു കേസുണ്ടായിരുന്നു കോടതിയിൽ. അത് ഞാനിപ്പോൾ ഇവിടാണ് ഞാനത് പറയുന്നത്. എൻ്റെ വീട്ടിലോ എൻ്റെ ബന്ധുക്കൾക്കോ എൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും അറിയില്ല. ഞാനത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. ഒരു ചെക്ക് കേസായിരുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചു. സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും എഴുതിയല്ല കൊടുത്തത്. അപ്പോഴവരത് സമയത്ത് കിട്ടാത്തത് കൊണ്ട് അതവർ 1 ലക്ഷം എന്നുള്ളതിന് 5 ലക്ഷം എഴുതി കേസാക്കി. ഞാൻ അറിഞ്ഞില്ല, ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് എൻ്റെ പേര് ഇങ്ങനെ കോടതിയിൽ നിന്ന് വരുന്നു ഒന്നും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു ഇവിടെ അഡ്വക്കേറ്റിനെ കണ്ട് സംസാരിച്ചപ്പോൾ അത് ജാമ്യം എടുക്കേണ്ട വരെ ഒരു കേസായി കിടക്കുവാണ്, വാറണ്ടായി കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. കാരണം മോൻ നാട്ടിലില്ല, അവനോട് ആരോടും പറഞ്ഞില്ല. ഞാൻ നേരെ ഇവിടെ വന്നു. ഗൾഫിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു. അവിടെ ഉടമ്പടി പുതുക്കാൻ വന്നതല്ല, ഇത് അച്ഛനെ ഒന്ന് കാണണം ഇതുപോലാണെന്നും പറഞ്ഞ് വാട്സപ്പിൽ ഞാൻ അവിടെ കാണിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പോയിട്ട് 8 മാസമായിരുന്നു. 8 മാസം കൊണ്ട് ഉടമ്പടി പുതുക്കാതിരുന്നത് കൊണ്ട് ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സമയം കഴിഞ്ഞു. പെട്ടെന്ന് പിന്നെ മാനേജറെ കാണാൻ പറഞ്ഞു. മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാർ എഴുതി തന്നു. അങ്ങനെ ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാനുള്ള എഴുതി തന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് പേപ്പർ ഞാൻ പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വന്നെല്ലാം കൊടുത്തു. അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് തിരികെ തന്ന് അമ്മയിലുള്ള വിശ്വാസത്തിൽ ഞാൻ ഒറ്റയ്ക്ക് കോടതിയിൽ പോയി. ഒറ്റയ്ക്ക്, ഒരു മനുഷ്യൻ്റെ സഹായവും ഇല്ലാതെ ഞാൻ പോയി. ഇനി 2 പേരെ അഡ്വക്കേറ്റ് ഞാൻ ഇടപാട് ചെയ്തു. 2 പേരെ നിർത്തി ജാമ്യം എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 5 മാസമേ ആയുള്ളൂ മൊത്തത്തിൽ. അത് 2 തവണ എന്നെ കോടതിയിൽ കേസിൻ്റെ അവധിക്ക് വിളിച്ചു. അവർ മാറ്റിവെച്ചു. കഴിഞ്ഞ മാസം 5-ാം തീയതി കഴിഞ്ഞപ്പം
അവരുടെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ കേസ് പിൻവലിക്കുന്നു. കാരണം എനിക്കെതിരെ കൊടുത്ത കക്ഷി പറഞ്ഞു ആ ചേച്ചി ഒരു പാവമാണ്, അവരുടെ എന്തോ ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് ആ പൈസ തരാൻ പറ്റിയില്ല. അത് പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇങ്ങനെ ചെയ്തു പോയി, ഇനി ആ ചേച്ചിയെ കോടതിയിൽ കയറ്റരുത്, അതുകൊണ്ട് ആ കേസ് പിൻവലിക്കണം, ചേച്ചിയെ വിളിച്ചിട്ട് ചോദിക്കണം ചേച്ചിക്ക് എന്ത് തരാൻ പറ്റും എന്ന് ചോദിക്കും. അത് നമുക്ക് വിട്ടു തന്ന്. അപ്പം ഞാൻ പറഞ്ഞു 5 ലക്ഷത്തിൻ്റെ ചെക്കാണ് അവർ എഴുതി കൊടുത്തത്, എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല, 1 ലക്ഷം രൂപയാണ് ഞാൻ കൊടുക്കാനുള്ളത്, അത് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. അതിനും അവർ സമ്മതിച്ചു. 5 ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അന്ന് ഞാൻ അമ്മയിൽ മാത്രം വിശ്വസിച്ചാണ്, അമ്മയെ മാത്രം കൂട്ടുപിടിച്ചാണ് പോയത്. പോകുമ്പം ഞാൻ ഉടമ്പടി തൈലവും പത്രവും ഉപ്പും എല്ലാം ആയിട്ടും എൻ്റെ ധൈര്യത്തിന് കൂടെ ആരെയും കൂട്ടിയില്ല. പോയി അവിടെ ഇരിക്കുന്നവർക്കും ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നു, അമ്മ അങ്ങനെ ഒരു അനുഗ്രഹം തന്നു, അമ്മ എന്നെ അന്വേഷിച്ചു, ആ കേസ് പിൻവലിച്ചു. ഇനി ഞാൻ പറയുന്ന ഈ സാക്ഷ്യത്തിലോടായിരിക്കും മറ്റുള്ളവരറിയുന്നത്. ഇത് ഞാൻ ആരോടും ഷെയർ ചെയ്യാത്ത കാര്യമാണ്. ഇതാണ് എൻ്റെ രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത്, 7.5 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. 5 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നു. ഇച്ചിരി ബാധ്യതയൊക്കെ വന്നപ്പോൾ അത് വിറ്റു. അങ്ങനെ ഇപ്പം 7.5 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ അമ്മ ഒരു വീട് തരണേന്ന് പറഞ്ഞു. പക്ഷേ അത് തരാനുള്ളൊരു വഴി വേണമല്ലോ. അന്നേരം എനിക്കറിയാം അതിനുള്ള സാഹചര്യം. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അമ്മയുടെ അടുത്ത്. അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഓരോ നിമിഷവും അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു. 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മമാർ കൈപിടിച്ച് നടത്തുന്നത് എങ്ങനെ, അതുപോലാണ് അമ്മ എന്നെ കൈപിടിച്ച് നടത്തിയത്. ഒരുപാട് വീടില്ലാത്ത ദുഃഖമില്ല, സ്ഥലമില്ലാത്ത ദുഃഖമില്ല, ഒന്നുമില്ല. പക്ഷെ അതിനപ്പുറം മനസ്സമാധാനം. നമ്മൾ ഒരു കാലെടുത്ത് വെച്ചാൽ അവിടെ അമ്മയുണ്ട് എന്നൊരു തോന്നൽ. വീട് നിറഞ്ഞ് അമ്മ നിൽക്കുകയാണ്. നമ്മുടെ കുടുംബത്ത് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാം. എനിക്ക് ഹസ്ബൻഡില്ല, 5 വർഷമായി മരിച്ചു പോയിട്ട്. ഒരു മോനും മരുമോളും കുഞ്ഞുമുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ. ഉടമ്പടിയിൽ വെച്ചപ്പോൾ വീട് വേണോ അമ്മ, ഒരു വീട് തരണേ എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അത് അമ്മ തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായത് കൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോഴും ഞാനത് വെക്കുന്നുണ്ട്, പക്ഷെ ഞാനത് പ്രാർത്ഥിച്ചില്ല. അങ്ങനെ 2-3 മാസത്തിന് മുമ്പ് എനിക്ക് തന്നെ അങ്ങ് സ്വയം തോന്നി, 7 വർഷമൊക്കെ കഴിഞ്ഞല്ലോ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും ഒരു വീട് വേണ്ടേ. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ സമയമായില്ലയോ ഞങ്ങൾക്കൊരു വീട് തരാനെന്ന്. അങ്ങനെ പറയുന്നേ അല്ലാതെ അമ്മ ഒരു തരത്തിലും അമ്മ എന്താ തരാത്ത എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. അങ്ങനെ ഇരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ 5 സെൻറ്റ് സ്ഥലം പോയെടുത്ത് അമ്മ 15 സെൻറ്റ് സ്ഥലം തന്ന് അനുഗ്രഹിച്ച്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അത് രജിസ്റ്റർ ചെയ്ത്. അതുകൂടെ കഴിഞ്ഞിട്ട് വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഈ 3 കാര്യങ്ങൾ കൂടെ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് പറയാൻ മോൻ്റെ ജോലിക്കായിട്ടുമാണ്. അത് ഇവിടെ പറയാം. മോൻ മർച്ചൻ്റ് നേവിയിലാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങളും കാര്യങ്ങളും അത് ഇപ്പം മോനില്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം അനുഗ്രഹം ഓരോരോ ചെറിയ കാര്യത്തിനും. എനിക്ക് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മ എനിക്ക് ഒരു ജോലി വേണം. ഞാൻ വീട്ടിൽ ഊണ് നടത്തി ഹോട്ടലിൽ നടത്തി ഇരുന്ന സമയത്താണ് ഗൾഫിലോട്ട് പോയത്. അവിടെ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, എൻ്റെ കൂട്ടുകാരിയുടെ കൊച്ചുമോളെ നോക്കാൻ. അവിടെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെയുള്ള അസുഖവും ഇങ്ങനെ ഒരു കേസിൻ്റെ ഒക്കെ ആയിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മ എനിക്കൊരു ജോലി വേണം, എനിക്കത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ഒരു വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. പിറ്റേ വ്യാഴാഴ്ച എന്നെ ഒരു ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നു, ജോലിക്ക് ഞാൻ പോകുന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വന്നിരിക്കാം എന്ന് പറഞ്ഞു. എല്ലാ മാസവും ശമ്പളവും വാങ്ങിച്ച് ഞാൻ അമ്മയുടെ അടുത്ത് വരും, ഇവിടെ വന്നിരിക്കും. എന്നിട്ട് അമ്മയ്ക്ക് പൈസയ്ക്കൊന്നും ആവശ്യമില്ല, അമ്മ നമ്മുടെ പൈസയൊന്നും ആഗ്രഹിക്കുന്നില്ല. അമ്മ ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം അങ്ങനെയുള്ളതാണ്. ആദ്യം ശമ്പളം വാങ്ങിച്ച് ഞാൻ ഇവിടെ വന്നു. ഇവിടെ എടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ പോകുന്നത്. കാരണം 5 ബസ് കയറി ഇറങ്ങിയാണ് ഞാൻ വരുന്നത്. 4-5 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഒരു മാസം 2 ലീവേ ഉള്ളൂ. അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും. ഇവിടെ ഏതെങ്കിലും ഒരു റൂം എടുത്ത് താമസിച്ച് പിറ്റേന്ന് രാവിലെ
ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പാവപ്പെട്ടവർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ വീട്ടിൽ പുനലൂർ വരെ എത്തുമ്പം 5 മണിയാവും. പിറ്റേന്ന് വെളുപ്പിനെ 5 മണിക്ക് എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ 5 ബസ്, ഒരു ദിവസം 5 ബസ്, ഇങ്ങോട്ട് 5 ബസ് കയറി ഇറങ്ങി വരണം, തിരിച്ച് 5 ബസ് കയറി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എല്ലാ മാസവും ഞാൻ വരും. അങ്ങനെ ആദ്യത്തെ മാസം ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് 2ാമത്തെ മാസം ഞാൻ ഇവിടെ ശമ്പളവും വാങ്ങിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരുന്നു. ഗൾഫിലെക്കാട്ടിലും 2000 രൂപ 3000 രൂപയുടെ കുറവ് മാത്രമേ എനിക്കിവിടെ കിട്ടിയുള്ളൂ. അത്രയും തന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചത്. എന്നിട്ട് ഞാനിവിടെ ഇരുന്നിട്ടും ഈ പൈസ അമ്മ ഞാൻ ഈ പ്രാവശ്യം എന്ത് ചെയ്യണോ അമ്മേ, ഞാൻ ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് വന്നയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നപ്പം ആരോ വന്നെൻ്റെ തൊടയിൽ ഇങ്ങനെ ഒന്ന് തൊട്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു 40 വയസ്സുള്ള ഒരു 2 കുഞ്ഞുങ്ങളും ഉണ്ട്. എന്നോട് ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ചേച്ചി ഇത് എവിടെ എഴുതിയിടണ്ടേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തോ ഒരു പേപ്പർ, അത് നമ്മുടെ ആവശ്യങ്ങൾ. ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതിയിടാൻ പറ്റത്തില്ല, നമ്മൾ ഉടമ്പടി എടുക്കണം. എഴുതിയിടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഉടമ്പടി നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അനങ്ങില്ല. ഞാൻ ചോദിച്ചു അത് ഉടമ്പടി എടുത്താൽ മതി, അത് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അത് അവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ കൊച്ചും മിണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ഉടമ്പടി എടുക്കാൻ പൈസ ഇല്ലേന്ന് ചോദിച്ചപ്പം അങ്ങ് കരഞ്ഞ്. അന്നേരം പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 45 ദിവസമേ ആയുള്ളൂ. അത് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. 45 ദിവസമേ ആയുള്ളൂ. എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട, അമ്മയുടെ അടുത്തല്ലേ വന്നത്, ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അന്നേരം ഇത് ഒന്നും മിണ്ടാതിരുന്ന് 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. അവരെയും വിളിച്ച് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി അവർക്ക് ഉടമ്പടി എടുക്കാനുള്ള പൈസയും കൊടുത്ത് അവിടെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവരെ വിട്ടു. അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു വന്നു, ഉടമ്പടി എടുത്തു. എന്നെ വിളിച്ച് ചേച്ചി ഞാൻ പോയി ഉടമ്പടി എടുത്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി എനിക്ക് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി, എൻ്റെ മക്കളെ വളർത്താൻ അമ്മ ഒരു വഴി കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ആ കൊച്ചിൻ്റെ കരച്ചിൽ ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഞാൻ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തും എന്നാണ് അതെന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്തല്ലേ വന്നേ, അമ്മ എന്നെ ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 10ഓളം പേരെ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഗൾഫിൽ പോകുമ്പം അവിടെ വിസ പുതുക്കാൻ പോകും. അപ്പോൾ ഈ ഇവിടുന്ന് കിട്ടുന്ന പത്രവും കൊണ്ടുപോകും, അല്ലെ എൻ്റെ കൂട്ടുകാരി പത്രം കൊടുത്തു വിടും. അപ്പോൾ ഈ പത്രം ബാഗ് ഒരു ഉറപ്പിന് നമ്മൾ വേറെ ഒമാനിലൊക്കെയാണ് വിസ പുതുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റൂമിൽ മലയാളികൾ ജോലിക്ക് വന്നവർ, ജോലി കിട്ടാതെ തിരിച്ച് പോകാൻ പോകുന്നവർ, അങ്ങനെയുള്ളവർ. അപ്പോൾ ഒരു കൊച്ചിങ്ങനെ ആൻറ്റി ഞങ്ങൾ അടുത്ത ഒരു തവണയും കൂടെ വിസ പുതുക്കാൻ പറ്റൂ, പിന്നെ ഞാനങ്ങ് തിരിച്ചു പോവുക, ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോളെ പിന്നെ കൃപാസനത്തിലൊരമ്മയുണ്ട്, അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അത് ഓടി എൻ്റെ അടുത്തൊന്ന് എവിടെ ആൻറ്റി എല്ലാം ചോദിച്ചു. അവർ തൃശ്ശൂരാണ്. ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറഞ്ഞ് ആൻറ്റി എനിക്ക് ആ പ്രാർത്ഥനയൊന്ന് ഇട്ട് തരണേ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ആ കൊച്ചിൻ്റെ കോള് വരുന്നു, ആൻറ്റി പിന്നെ ആ പ്രാർത്ഥനയൊന്ന് ഇട്ട് തരണേ, ഞാനൊന്ന് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം രാവിലത്തെയും വൈകിട്ടത്തെയും എല്ലാം ഇട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു. 10ൻ്റെ അന്ന് അതിന് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു, ആ ജോലിയും കിട്ടി. അപ്പോൾ അവർക്കങ്ങ് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ ആ കൊച്ചിനവിടെ ജോലിയായി. അതിൻ്റെ അമ്മ ഇവിടെ തൃശ്ശൂരിൽ നിന്ന്, അതിൻ്റെ അമ്മയും അവരുടെ അമ്മയും കൂടെ 2 പേര് വന്നു. ഞാൻ പുനലൂരിൽ നിന്ന് വന്നു. ഇവിടെ അവർ 2 പേരും ഉടമ്പടി എടുത്തു. ആ കൊച്ചിന് ജോലി കിട്ടി. അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പത്രം അങ്ങോട്ട് കാണിക്കുമ്പോഴേ തട്ടിപ്പറിച്ചുകൊണ്ട് അങ്ങ് പോകുമായിരുന്നു. നമ്മൾ ഒരുപാട് പത്രമൊന്നും കൊണ്ടുപോയിട്ടില്ല. ചിലപ്പോൾ കൂട്ടുകാരി 2-3 പത്രമായിരിക്കും എനിക്ക് കൊടുത്തു വിടുന്നത്. പക്ഷേ എല്ലാവരും കൈ നീട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ അവിടെ എല്ലാം പത്രം കൊടുക്കുമായിരുന്നു. ഇവിടെ ആണെങ്കിലും ബസ്സിലാണെങ്കിലും. അങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞ 2 ഓണമൊക്കെ ആയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം ഞാനിങ്ങനെ 2 മാസം എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചി മരിച്ചുപോയി. അങ്ങനെ ആ സമയത്ത് വരാൻ പറ്റില്ല. അങ്ങനെ ഞാനങ്ങ് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചല്ല, മനസ്സിലെ ആഗ്രഹങ്ങൾ അമ്മ അറിഞ്ഞ് ചെയ്തു തരുക, പ്രാർത്ഥിച്ചിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഹോസ്റ്റൽ നടത്തണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഒരു ജോലി കിട്ടണം എന്നൊക്കെ. ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ ജോലി കിട്ടുക. അങ്ങനെ ഇപ്പം എൻ്റെ ഒരാഗ്രഹം തിരുവനന്തപുരത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ബസ്സിന് എനിക്ക് അമ്മയുടെ അടുത്ത് വരാമായിരുന്നല്ലോ എന്ന്.
അങ്ങനെ ഇരുന്നപ്പോൾ കാണാൻ പത്രം ഇങ്ങനെ ചുമ്മാ എടുത്ത് നോക്കിയപ്പോൾ ഒരു വേക്കൻസി കിടക്കുന്നു. ഞാൻ വിളിച്ചു. തിരുവനന്തപുരത്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് എന്നെ വിളിച്ച് കഴിഞ്ഞ മാസം ഞാൻ 1 മാസം ജോലി കഴിഞ്ഞതാണ്. ഇപ്പം ശമ്പളം വാങ്ങിച്ച് ഇറങ്ങിയതാണ്. എനിക്കിപ്പോൾ ഒറ്റ ബസ്സിൽ അമ്മയുടെ അടുത്ത് വന്നിറങ്ങാം, ഒറ്റ ബസ്സിൽ തിരിച്ച് അവിടെ എത്താം. ഞാൻ 5 ബസ് കയറിയാണ് ഇവിടെ വരുന്നത്, തിരിച്ച് 5 ബസ് കയറിയാണ് തിരിച്ചു പോകുന്നത്. അത്രയ്ക്ക് എല്ലാ മാസവും വരും അമ്മയുടെ അടുത്ത്. ആ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ആൻജിയോഗ്രാം ചെയ്യണമായിരുന്നു. ആ മാസം എനിക്ക് വരാൻ പറ്റിയില്ല. ഒക്ടോബറിൽ വരാനായിട്ടിരുന്നതിൻ്റെ തലേദിവസം എൻ്റെ ചേച്ചി മരിച്ചു. അങ്ങനെ വന്ന് ഈ കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് എല്ലാ മാസവും ഞാൻ അമ്മയുടെ അടുത്ത് വരും. എനിക്ക് അമ്മയും ഇല്ല, അച്ഛനും ഇല്ല. പക്ഷേ എൻ്റെ കുടുംബ വീട്ടിൽ പോകുന്ന കുടുംബത്തിപ്പോൾ ആരുമില്ല എങ്കിൽ പോലും നമ്മൾ അമ്മമാരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ. ആ ദിവസം എണ്ണിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. ഗൾഫിൽ വെച്ച് ഞാൻ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് എടുത്തു. 6-ാം തീയതി എനിക്ക് വരാം, മാർച്ച് 6-ന് ടിക്കറ്റ് എടുത്തു. അപ്പം 4-ാം തീയതി വൈകുന്നേരം ആ കുഞ്ഞിന് ഉഴുന്നോടെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എൻ്റെ മുഖത്ത് മൊത്തം പാടായി. ഞാൻ എൻ്റെ ഇപ്പോൾ 7 പാട് മൊത്തത്തിൽ ഇല്ല, ചിക്കൻ ബോക്സ് വന്ന് പൊള്ളിയിരിക്കുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് നമുക്കില്ല പൊള്ളുമ്പോൾ നമ്മൾ പോയി പേസ്റ്റ് എടുത്തേക്കും. ഞാൻ അങ്ങനെ ബാത്റൂമിൽ കയറി കണ്ണാടി നോക്കിയപ്പോൾ മൊത്തം ചുമന്നങ്ങ് നിമിഷ നേരം കൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത പോലെ അങ്ങായാലും ഞാൻ ചെന്ന് പേസ്റ്റ് എടുത്തിട്ടിട്ട് മൊത്തത്തിൽ എനിക്കങ്ങ് എന്താണെന്ന് പറയാൻ വയ്യ. അപ്പം ഞാനങ്ങ് മനസ്സിൽ ഭയങ്കര വിഷമമായി. കാരണം ഫ്ലൈറ്റിൽ വരേണ്ടതാണ്. കാണുന്നവർ വിചാരിക്കും എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന്. ഞാനിതെന്തോ പറയും, ആൾക്കാർ കണ്ടാൽ എന്തോ വിചാരിക്കും ഇങ്ങനെ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? എന്താ അമ്മേ, നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ഞാൻ നാട്ടിൽ പോകേണ്ടുന്നതാണ്. ഞാൻ ഈ മുഖം വെച്ചുകൊണ്ട് എങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യും? എന്താ അമ്മ ഇങ്ങനെ വന്ന് എന്ന് ഞാൻ മനസ്സിൽ ആ വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറയുക, അമ്മ എന്താ അമ്മ ഇങ്ങനെയാന്ന്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ അമ്മയുടെ തൈലം എടുത്ത് പുരട്ടിയാലോ. ഇങ്ങനെ നമ്മൾ ഒരുപാട് സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്നതല്ലേ. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ പേസ്റ്റ് പോയി മുഖത്തുനിന്ന് കഴുകി കളഞ്ഞിട്ട് ആ തൈലം എടുത്ത് പുരട്ടാമെന്നും പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോകുന്നു, മുഖം കഴുകുന്നു. ആ പാടില്ല. ഇവിടെയും ഒരു പാട്. ഞാൻ 7 എണ്ണ എൻ്റെ മുഖത്തും ഇവിടെയായിട്ട് 8 പാട് ഇങ്ങനെ ചുമന്ന് പൊള്ളിയില്ല. പൊള്ളുന്നതിന് മുമ്പേ ഞാൻ പേസ്റ്റൊക്കെ പുരട്ടി. അപ്പോഴത്തേക്ക് എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അത് ഇന്നും എനിക്കത് ആരോടും അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ് ആ സംഭവിച്ചത്. തൈലമൊന്നും ഞാൻ പുരട്ടിയില്ല. പുരട്ടാനായിട്ട് മുഖം പോയി കഴുകിയതാണ്. അത് എങ്ങനെ പോയെന്ന് എനിക്കറിയാമില്ല. അങ്ങനെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്ന്. ഇവിടെ സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച്